ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇഡ്ഡലി മാവിന് അരച്ച് വെച്ചത് എടുത്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ ഇഡ്ഡലി ഈ റാഗി ഉണ്ടല്ലോ, നമ്മുടെ കൂരവും പിന്നെ നോർമൽ ഇഡ്ഡലി റൈസും ഉഴുന്നും കൂടിയിട്ട് അരച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചക്കത്തെ ലഞ്ചിന് മിനി ഇഡലി ഉണ്ടാക്കി കൊടുക്കാമെന്ന്. പക്ഷേ ഈ ഇഡലി പാത്രത്തിൽ ഒരു മിനി ഇഡലിയുടെ തട്ടേ ഉള്ളൂ. 2 എണ്ണം ഉണ്ടായിരുന്നു, പിന്നെയും കൊള്ളായിരുന്നു. എളുപ്പത്തിൽ പണി തീർന്നേനെ. ഇത് ഒരു തവണ ഉണ്ടാക്കിയിട്ട് വീണ്ടും ഒഴിച്ച് വെച്ചുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ 2 പേർക്കും കൊടുത്തു വിടണമല്ലോ. പക്ഷേ കുട്ടിക്കും വിമാനം കൊടുത്തു വിടണം. അപ്പോൾ എന്തായാലും ഒരു തട്ട് ഒരാൾക്ക്, ഒരു തട്ട് ഒരാൾക്ക്, അങ്ങനെയാണ് ഞാൻ കൊടുത്തു വിടുന്നത്. ഇന്ന് ഏട്ടൻ ഇവിടെ ഇല്ല കേട്ടോ. ഏട്ടൻ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. ചേട്ടൻ നേരത്തെ ഒരു തവണ ഐ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയം ഒരു 3-4 മാസം മുമ്പാണ്. ആ സമയത്ത് ഡോക്ടറെ കാണിച്ച് അതൊക്കെ മാറിയിരുന്നു. വീണ്ടും ഒരു റീചെക്കപ്പിന് വിളിച്ചതാണ്, ഇപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ രാവിലെ എണീറ്റ് അപ്പോയിൻമെൻറ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് 9 മണിക്കാണെന്ന്. ഇവിടെ നിന്ന് 1-1.5 മണിക്കൂർ യാത്രയുണ്ട്. അതുകൊണ്ട് 6:30 ആയപ്പോഴേ റെഡിയായി ബസ് പിടിച്ച് പോയിട്ടുണ്ട്. ആദ്യം ഞാൻ ഇഡലി സാമ്പാറും ഒക്കെ വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോൾ സാമ്പാറിന് ഉള്ള ചെറിയുള്ളി ഒന്നും ഇല്ലായിരുന്നു. അപ്പം പിന്നെ നേരെ ചമ്മന്തിയിലൊക്കെ ആക്കി. അപ്പോൾ ഇന്ന് കൊറിയാണ്ടർ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഓരോ ദിവസവും ചമ്മന്തികൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇനി പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇനി കണ്ടുപിടിക്കണം. ഓൾറെഡി എല്ലാ ചമ്മന്തിയും പരീക്ഷിച്ച് കഴിഞ്ഞു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും ഇഡ്ഡലി കൊടുത്തെങ്കിൽ ഇവർ വിചാരിക്കും ഇന്ന് മൊത്തത്തിൽ ഇഡ്ഡലി എന്ന്. ദോശയാകുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ദോശ ഉണ്ടാക്കി കൊടുക്കാം. പക്ഷേ ഈ മാവ് അത്ര ദോശയ്ക്ക് നന്നായിരുന്നില്ല. കാരണം ഞാൻ ഇഡ്ഡലിയുടെ ഒരു പരുവത്തിനാണ് അരച്ച് വെച്ചത്. പിന്നെ കുഴപ്പമില്ല, ഒരുപാട് അങ്ങ് തിന്നാക്കണ്ടെന്നേ ഉള്ളൂ. കുറച്ച് തിക്കായിട്ടുള്ള ദോശ ഉണ്ടാക്കി കൊടുത്തു. ഓരോ ദിവസം എണീറ്റ് വരുമ്പോഴും എന്താ ദൈവമേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ലഞ്ച് എന്നൊക്കെ ആലോചിച്ച് ഒരുമാതിരി ടെൻഷനാവും. ചില ദിവസങ്ങൾ ഇതുപോലെ മാവുള്ള ദിവസങ്ങളിൽ ഞാൻ പിന്നെ 2 നേരത്തേക്കും ഇതങ്ങാക്കും. വേണേൽ രാത്രിയിലും കൂടി ഞാൻ ദോശ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇന്ന് ഞാൻ മിനി ഇഡലിയും പൊടിയും കൂടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഇഡലിപ്പൊടിയാണ് കേട്ടോ. അതിലേക്ക് നല്ലെണ്ണയും കൂടെ ഒഴിച്ചങ്ങ് മിക്സ് ചെയ്യുന്നുള്ളൂ. ഞാൻ കടുകൊന്നും താളിക്കുന്നില്ല. എല്ലാം വളരെ തട്ടിക്കൂട്ട് പരിപാടിയാണ് ഇന്ന് മൊത്തത്തിൽ. അങ്ങനെ വർഷക്കുട്ടിയുടെ ലഞ്ചൊക്കെ ഞാൻ പാക്ക് ചെയ്തു. കാരണം അവളാണ് ആദ്യം പോകുന്നത്. ഇന്ന് കുറച്ച് ക്ലൈമറ്റൊക്കെ കൊള്ളാം കേട്ടോ. കുറച്ച് വെയിലൊക്കെ പതുക്കെ വരുന്നുണ്ട്. രാത്രിയൊക്കെ മഴയായിരുന്നെന്ന് തോന്നുന്നു. ഫുള്ള് റോഡൊക്കെ നനഞ്ഞ് കിടപ്പുണ്ട്. ഞാൻ വിവാൻകുട്ടിയെ കൂടെ പറഞ്ഞു വിട്ടതിന് ശേഷം നേരെ വന്ന് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇനി പെട്ടെന്ന് അപ്ലോഡ് ചെയ്തിട്ട് വേണം ജിമ്മിൽ പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഏട്ടൻ ഫോൺ ചെയ്തത്. നല്ല ക്ലൈമറ്റാണ്. ഞാനിവിടെ ക്യൂൻസ് പാർക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ വരുന്നുണ്ടോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വിളിച്ചതല്ലേ, എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെ പോകുമ്പം നമ്മുടെ ജിമ്മിൻ്റെ മുമ്പിൽ കൂടെയാണ് പോണത്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ജിമ്മിൽ പോക്കും മുടങ്ങി കേട്ടോ. അങ്ങനെ 3 ദിവസമായി പോയിട്ട് ഒരു ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടേയിരിക്കും. എന്തായാലും ചേട്ടൻ സ്നേഹത്തോടെ വിളിച്ചതല്ലേ, അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് പോകാമെന്ന്. അങ്ങനെ ക്യൂൻസ് പാർക്കിൽ പോയി നടക്കാമെന്നാണ് ഞാനും ഫസ്റ്റ് വിചാരിച്ചത്. പക്ഷേ അപ്പോഴത്തേനും സമയം ഏകദേശം 12 മണിയായി. ഇനി ക്യൂൻസ് പാർക്കിലൊക്കെ നടന്നിട്ട് നമ്മൾ നേരെ സിറ്റി സെൻറ്ററിൽ പോയി ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേനും ടൈമാവും. തിരിച്ച് 3 മണിയാകുമ്പോഴത്തേന് വീട്ടിലെത്തുകയും വേണം, വിവാൻകുട്ടി സ്കൂളിൽ നിന്ന് വരുന്ന ടൈം ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ പ്ലാൻ ക്യാൻസലായി. അങ്ങനെ ക്യൂൻസ് പാർക്കിൽ പോയി നടക്കാമെന്നുള്ളത് ഞാൻ വെട്ടി. നേരെ ഇപ്പോൾ അടുത്തത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. നമ്മുടെ ചേട്ടൻ കറക്റ്റാണ് ഈ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് അത്യാവശ്യം ബസ്സിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ക്ലൈമറ്റ് അത്ര സൂപ്പറായിരുന്നു. നല്ല വെയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കും വീട്ടിലിരിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥിരം പ്ലേസ് ആയിട്ടുള്ള വെതർസ്പൂണിലെത്തി. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നടന്നിട്ട് വന്ന് ഫുഡ് കഴിച്ചിരുന്നെങ്കിലെങ്കിലും എനിക്കൊരു കുറച്ച് മനസ്സമാധാനം കിട്ടിയേനെ. ഇത് ഞാൻ തന്നെ പറഞ്ഞു, ജിമ്മും കട്ട് ചെയ്തു നടക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് ലാസ്റ്റ് ഫുഡടി മാത്രം തന്നെയാണ് നടന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വർഷക്കുട്ടിയും വിമാനയും കൂടെ കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്. ഞാൻ ഓരോ ഭാഗം കഴിക്കുമ്പോഴും ഞാൻ പറയും അയ്യോ വർഷക്കുട്ടിക്ക് ഇത് ഇഷ്ടമായിരുന്നു, അവൾ ഈ വീഡിയോ കണ്ടെങ്കിൽ എന്നെ എന്തായാലും ശരിയാക്കുമെന്ന്. അങ്ങനെ ഏട്ടൻ പറയുകയും ചെയ്തു, നീ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്, അവർക്ക് നമ്മളെല്ലാം വാങ്ങിച്ചൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അത് നമുക്കങ്ങനെ തോന്നാൻ കാരണം അവർ ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ എവിടെ പോയാലും അവരെയും കൂട്ടിക്കൊണ്ടാണല്ലോ പോണത്. അവരില്ലാതെ ഒരു സ്ഥലത്ത് പോകാന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെയൊക്കെ പോകണം കേട്ടോ. അവർക്ക് എന്തായാലും ലൈഫിന് ഒരുപാട് മുന്നോട്ട് കിടപ്പുണ്ടല്ലോ. നമ്മളൊക്കെയാണല്ലോ ഇനിയും പ്രായമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മളും എൻജോയ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് 3 മണിക്ക് മുമ്പ് തന്നെ വീട്ടിലൊക്കെ എത്തി കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ നല്ല വെയിലായതുകൊണ്ട് നമ്മുടെ ഐസ്ക്രീംകാരൻ വന്നിട്ടുണ്ട്. വെയിലല്ലെങ്കിലും മഴയാണെങ്കിലും വിൻ്റർ ടൈമിലും വരാറുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് വെയിൽ ആയതുകൊണ്ട് പറയണ്ട. അതുകൊണ്ട് പക്ഷിക്കുട്ടി ഓടിപ്പോയി ഐസ്ക്രീം മേടിക്കാൻ പോകുന്നുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും ഏട്ടൻ്റെ കൂടെ നേരെ ഹോം ബാർഗൻസിലോട്ട് പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് തിങ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു.
അങ്ങനെ ഇവിടെ ഒരു 8 മണി വരെ ഉണ്ട് കേട്ടോ, മൺഡേ ടു ഫ്രൈഡേ. പിന്നെ ചില ദിവസം സാറ്റർഡേ സൺഡേ മാത്രം കുറച്ച് ടൈമിംഗ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇങ്ങനെ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് ഈ 7 മണിയൊക്കെ ആകുമ്പോഴും കുറച്ച് വെട്ടമൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമുക്കിനി നേരെ അകത്തേക്ക് പോവാം. കുറേ നാളായി കേട്ടോ ഇങ്ങോട്ട് വന്നിട്ട്. നേരത്തെയൊക്കെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വരുമായിരുന്നു. ഇപ്പം കുറേ നാളായി. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് 1, 2 സാധനങ്ങൾ ഇവിടെ കിട്ടത്തുള്ളൂ. പിന്നെ അതിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ചിലപ്പോൾ ഒരുപാട് ഓഫർ പ്രൈസിലൊക്കെ കിടക്കും കേട്ടോ. പിന്നെ പ്രൈസ് നോക്കിയാലും കുറച്ച് കുറവാണ് ഇവിടെ ഹോം ബാർഗെയിൻസിൽ. അങ്ങനെ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കി ആർട്ടിഫിഷ്യൽ നഖമൊക്കെ ഇരിക്കുന്നത് ഒരെണ്ണം മേടിച്ച് വെച്ചാലോ എന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ജോലി ചെയ്യും ഇത്ര വലിയ നഖം വെച്ചിട്ട്? ഇത് കണ്ടില്ലേ, ഇത് ഫേസ് മസാജ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. പിന്നെ കൺപീലി, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അങ്ങനെ ഞാൻ ഈ ഏരിയയിൽ നിന്ന് എടുത്തത് ഈ ഒരു മിറർ മാത്രമാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം ഞാൻ വാങ്ങിക്കാൻ വന്നത് എനിക്കൊരു ബ്രൂം സ്റ്റിക്ക് വേണമായിരുന്നു. ഈ ഒരു വലിയ ബ്രഷ് ഉണ്ടല്ലോ, ഈ മാറ്റിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി. ഈ മുടിയൊക്കെ അല്ലാതെ വാക്യൂം ക്ലീനറിൽ വരത്തില്ല. അപ്പോൾ ഈ ബ്രഷ് ഉപയോഗിച്ച് മാത്രം തന്നെ ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ നിന്ന് ബ്രഷ് ഒടിഞ്ഞു പോയി. ഇതെന്താ സംഭവം എന്നറിയാമോ? നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കഴുകിയതിന് ശേഷം അതിങ്ങനെ വെള്ളം ഇങ്ങനെ തുറന്ന് വിടാനുള്ളതാണ്. അങ്ങനെ വെജിറ്റബിൾ കഴുകാനുള്ള ബാസ്ക്കറ്റാണത്. അങ്ങനെ ഞാൻ ഈ ഒരു ബ്രഷ് എടുത്തു. പിന്നെ മെയിനായിട്ട് വാങ്ങാൻ വന്നത് ഈ ഒരു ബ്ലാക്ക് മോൾ റിമൂവറാണ്. ഇത് പക്ഷേ ആസ്റ്റയിൽ കാണാറില്ല. ഇവിടെ മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഈ ബ്ലാക്ക് മോൾ റിമൂവർ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ബാത്റൂമിലൊക്കെ ഇങ്ങനെ ഈ വിൻ്റർ സമയമാകുമ്പോൾ പൂപ്പൽ പിടിക്കും. അപ്പോൾ അത് പോകാൻ ഏറ്റവും നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇരുന്ന ആ ലിക്വിഡ് തീർന്നു പോയി. അപ്പം ഞാൻ വിചാരിച്ചു അത് അത്യാവശ്യമായിട്ടും വാങ്ങേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.